പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിഗൂഢതകൾ. യമധർമ്മ രാജാവ് പോലും ഈ ക്ഷേത്ര പരിസരത്ത് വരാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മരണത്തിന്റെ ദേവനായ യമന് പോലും പ്രവേശനമില്ലാത്ത പ്രകൃതി നിയമങ്ങൾ അപ്പാടെ വഴിമാറുന്ന ഒരു അത്ഭുതലോകമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഒഡീഷയിലെ പൂരി സമുദ്രതീരത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ജഗന്നാഥ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായി ശാസ്ത്രത്തിനും യുക്തിക്കും പിടികൊടുക്കാത്ത നിഗൂഢതകളുടെ ഒരു മഹാസമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രഥയാത്രയും ആധുനിക എഞ്ചിനീയർമാരെ അമ്പരപ്പിക്കുന്ന വാസ്തുവിദ്യയും പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം സ്പന്ദിക്കുന്ന രഹസ്യങ്ങളും ഈ ക്ഷേത്രത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നു. വിശ്വത്തിന്റെ നാഥനായ ജഗന്നാഥന്റെ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. ഐതിഹ്യങ്ങളും ചരിത്രവും ശാസ്ത്രവും ഇഴചേർന്നു കിടക്കുന്ന പൂരിയിലെ ആ നിഗൂഢമായ ലോകത്തേക്ക്. ശാസ്ത്രം തോൽക്കുന്നിടത്ത് അത്ഭുതങ്ങൾ തുടങ്ങുന്ന ജഗന്നാഥന്റെ മണ്ണിലേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം. ഭാരതീയ ചരിത്രത്തിലെയും പുരാണങ്ങളിലെയും ഏറ്റവും നിഗൂഢമായ ഒരിടമാണ് ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവം. കലിയുഗത്തിന്റെ ആരംഭത്തിൽ വിഷ്ണുഭക്തനായ ഇന്ദ്രദ്യുമ്ന രാജാവിന് ഭഗവാനെ സാക്ഷാൽ രൂപത്തിൽ ആരാധിക്കണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടായി. ഈ ആഗ്രഹത്തിന്റെ ഫലമായി അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും ചാരന്മാരെ അയച്ചു. ഇതിൽ വിഷ്ണു ശർമ്മ എന്ന ആചാര്യന്റെ മകനായ വിദ്യാപതിയാണ് കിഴക്കൻ കാടുകളിൽ ശബരവംശജർ പൂജിക്കുന്ന നീലമാധവൻ എന്ന വിഷ്ണുരൂപത്തെക്കുറിച്ച് വിവരം നൽകുന്നത്. ശബര ഗോത്രത്തലവനായ വിശ്വബാസു അതീവ രഹസ്യമായാണ് കാടിനുള്ളിലെ ഗുഹയിൽ ഈ നീലമണി വിഗ്രഹത്തെ ആരാധിച്ചിരുന്നത്. പുറം ലോകത്തുനിന്ന് ആരെയും അദ്ദേഹം അവിടേക്ക് അടുപ്പിച്ചിരുന്നില്ല. വിദ്യാപതി ചതുരതയോടെ വിശ്വബാസുവിന്റെ മകളായ ലളിതയെ വിവാഹം കഴിക്കുകയും അവരിലൂടെ ആ രഹസ്യഗുഹയിലേക്ക് പ്രവേശനം നേടുകയും ചെയ്തു എന്നതാണ് ചരിത്രപരമായ ഐതിഹ്യം. വിദ്യാപതിയെ ഗുഹയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്റെ രഹസ്യം പരസ്യമാകാതിരിക്കാൻ വിശ്വബാസു അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുണികൊണ്ട് കെട്ടിയിരുന്നു. എന്നാൽ ബുദ്ധിമാനായ വിദ്യാപതി തന്റെ വസ്ത്രത്തിൽ കടുക് വിത്തുകൾ കരുതിയിരുന്നു. ഗുഹയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം ഈ വിത്തുകൾ വിതറി. മഴക്കാലം എത്തിയപ്പോൾ ഈ വിത്തുകൾ മുളയ്ക്കുകയും വഴി കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. ഈ അടയാളം പിന്തുടർന്ന് വിദ്യാപതി പിന്നീട് രാജാവിനെ വിവരമറിയിച്ചു. ഇന്ദ്രദ്യുമ്ന രാജാവ് സൈന്യം സമേതം എത്തിയപ്പോഴേക്കും വിഗ്രഹം അപ്രത്യക്ഷമായിരുന്നു. തന്റെ ഭക്തനായ വിശ്വബാസുവിന്റെ ഭക്തിയിൽ സംപ്രീതനായി ഭഗവാൻ അദൃശ്യനായതാണെന്ന് പറയപ്പെടുന്നു. രാജാവിന്റെ അഹങ്കാരം ശമിക്കാനായി ഭഗവാൻ ഒരു അശരീരിയായി പറഞ്ഞു, നീ ഈ രൂപത്തിൽ എന്നെ കാണില്ല, പകരം കടലിലൂടെ ഒഴുകിവരുന്ന മരത്തടിയിൽ എന്നെ പുനഃസൃഷ്ടിക്കുക. രാജാവിന് ലഭിച്ച സ്വപ്നദർശനപ്രകാരം പൂരിയിലെ സമുദ്രതീരത്ത് ദിവ്യലക്ഷണങ്ങളുള്ള ഒരു വലിയ മരത്തടി അടിഞ്ഞുകൂടി. ഇതിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ മുദ്രകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മരത്തടി കരയ്ക്കടുപ്പിക്കാൻ രാജ്യത്തെ ഏറ്റവും കരുത്തരായ ആനകൾക്കും ആയിരക്കണക്കിന് സൈനികർക്കും സാധിച്ചില്ല. ഒടുവിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗോത്രത്തലവനായ വിശ്വബാസുവും രാജാവും ചേർന്ന് പിടിച്ചപ്പോൾ ആ മരത്തടി നിഷ്പ്രയാസം കരയ്ക്കടുപ്പിച്ചു. ഇത് ബ്രാഹ്മണ ഗോത്രസംസ്കാരങ്ങളുടെ സംഗമത്തെ സൂചിപ്പിക്കുന്നു. വിഗ്രഹം നിർമ്മിക്കാൻ അനേകം ശില്പികൾ വന്നുവെങ്കിലും അവരുടെ ഇരുമ്പായുധങ്ങൾ ആ ദിവ്യമായ മരത്തിൽ ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അനന്ത മഹാറാണ എന്ന വൃദ്ധന്റെ വേഷത്തിൽ ദേവശില്പിയായ വിശ്വകർമാവ് പ്രത്യക്ഷപ്പെടുകയും വിഗ്രഹ നിർമ്മാണം ഏറ്റെടുക്കുകയും ചെയ്തു. വിശ്വകർമാവ് ഒരു വലിയ നിബന്ധന വെച്ചു, 21 ദിവസം ആരും വാതിൽ തുറക്കരുത്. എന്നാൽ വിഗ്രഹത്തിന്റെ പണി തീരുന്ന ശബ്ദം കേൾക്കാതെ വന്നതോടെ പരിഭ്രാന്തയായ ഗുണ്ടിച്ചാരാജ്ഞിയുടെ നിർബന്ധപ്രകാരം രാജാവ് 14 ദിവസം വാതിൽ തുറന്നു. ആ സമയം ശില്പി അപ്രത്യക്ഷനായിരുന്നു. മുറിക്കുള്ളിൽ കൈകാലുകൾ പൂർണ്ണമാകാത്ത വലിയ കണ്ണുകളുള്ള 3 വിഗ്രഹങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പരിഭ്രാന്തനായ രാജാവിനോട് ഭഗവാൻ അരുളി ചെയ്തു, ഭക്തന്റെ ധൃതി കാരണം ഞാൻ ഈ രൂപത്തിൽ തന്നെ ഇവിടെ വസിക്കും. ഇന്നും ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവരുടെ ആ അപൂർണ രൂപങ്ങളാണ് ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. ഇത് പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളും ഒടുവിൽ ഒന്നാണെന്ന തത്വത്തെയും വൈകല്യമുള്ളവർക്കും ഭഗവാൻ പ്രിയപ്പെട്ടവനാണെന്ന സന്ദേശത്തെയും നൽകുന്നു. ലോകത്തിലെ മറ്റൊരു ഹൈന്ദവ ക്ഷേത്രത്തിലും കാണാത്ത അപൂർവവും നിഗൂഢവുമായ ഒരു ചടങ്ങാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നവകളേവ്. സാധാരണയായി ഓരോ 12 അല്ലെങ്കിൽ 19 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇതിനു പിന്നിലെ ജ്യോതിഷപരമായ കാരണം വളരെ കൗതുകകരമാണ്. സാധാരണ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളതെങ്കിലും ചന്ദ്രന്റെയും സൂര്യന്റെയും സഞ്ചാരപഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പരിഹരിക്കാനായി ലൂണാർ കലണ്ടറിൽ 3 വർഷം കൂടുമ്പോൾ ഒരു അധിക മാസം വരാറുണ്ട്.
ഇങ്ങനെ വരുന്ന അധികമാസം ആഷാഢമായി മാറുകയും ഒരേ വർഷം 2 ആഷാഢ മാസങ്ങൾ വരികയും ചെയ്യുന്ന സവിശേഷമായ സന്ദർഭത്തിലാണ് നവകളേബര ആഘോഷിക്കുന്നത്. മരത്തടി കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ കാലപ്പഴക്കത്താൽ ജീർണിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് പുതിയ വിഗ്രഹങ്ങൾ ഇവിടെ പണിയുന്നത്. ഇത് ഭഗവാൻ തന്റെ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ പ്രക്രിയയിലെ ഏറ്റവും നിർണായകവും രഹസ്യവുമായ ഘട്ടം പഴയ വിഗ്രഹത്തിൽ നിന്ന് പുതിയതിലേക്ക് ബ്രഹ്മപദാർത്ഥം മാറ്റുന്നതാണ്. നഗരത്തിലെ മുഴുവൻ വൈദ്യുതിയും വിച്ഛേദിച്ചും പൂജാരിമാരുടെ കണ്ണുകെട്ടിയും അതീവ രഹസ്യമായി നടത്തുന്ന ഈ കർമ്മം ഇന്നും ലോകത്തിനു മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നു. ബ്രഹ്മപദാർത്ഥം കൃഷ്ണന്റെ ഹൃദയമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹാഭാരത യുദ്ധത്തിനു ശേഷം കൃഷ്ണൻ ഗാന്ധാരിയുടെ ശാപമേറ്റുവാങ്ങുകയും കാട്ടിൽ വെച്ച് ജര എന്ന വേടന്റെ അമ്പേറ്റ് ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. കൃഷ്ണന്റെ ശരീരം ദഹിപ്പിച്ചപ്പോൾ ഹൃദയം മാത്രം അഗ്നിയിൽ കത്താതെ അവശേഷിച്ചു എന്നാണ് പുരാണം. ഈ ഹൃദയം ഒരു മരത്തടിയിൽ ബന്ധിച്ച് സമുദ്രത്തിൽ ഒഴുക്കിയതായും അതാണ് പിന്നീട് പൂരിയിൽ എത്തിയതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പദാർത്ഥം മാറ്റുന്ന സമയത്ത് പൂരി നഗരത്തിലെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കുന്നു. ആധുനിക വെളിച്ചം ഈ ദിവ്യമായ ഊർജ്ജത്തിന് തടസ്സമാകുമെന്നും അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ അത് കണ്ടാൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നുമുള്ള വിശ്വാസമാണ് ഇതിനു പിന്നിൽ. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി കണ്ണുകെട്ടിയും കൈകളിൽ കട്ടിയുള്ള പട്ടുതുണി ചുറ്റിയുമാണ് ഈ പദാർത്ഥം മാറ്റുന്നത്. അത് കാണാനോ നഗ്നമായ കൈകൾ കൊണ്ട് സ്പർശിക്കാനോ ആർക്കും അനുവാദമില്ല. ഇത് കണ്ടുപോയാൽ ആ നിമിഷം തന്നെ മരണം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുമെന്നോ ഉള്ള ഐതിഹ്യം നിലനിൽക്കുന്നു. 2015 അവസാനമായി നവകളേബര ചടങ്ങ് നടന്നത്. അന്ന് ഈ കർമ്മം നിർവഹിച്ച പൂജാരിമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ പദാർത്ഥം കൈകളിൽ പിടിച്ചപ്പോൾ ഒരു ജീവനുള്ള പക്ഷി കൈക്കുള്ളിൽ കിടന്നു പിടയുന്നത് പോലെ തോന്നിച്ചു എന്നാണ്. അത് വലിയ തോതിൽ ചൂട് പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു എന്നും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്രീയ വീക്ഷണത്തിൽ ഇതിനെ നോക്കിക്കാണുന്നവരുണ്ട്. ചില ഗവേഷകർ പറയുന്നത് ഇത് വലിയ തോതിൽ റേഡിയോ ആക്റ്റീവ് ഊർജം പുറത്തുവിടുന്ന ഒരു പുരാതന വസ്തുവാകാമെന്നാണ്. കാന്തിക തരംഗങ്ങൾ പുറത്തുവിടുന്ന ഒന്നായതിനാലാണ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ആ സമയത്ത് പ്രവർത്തിപ്പിക്കാത്തത് എന്ന് പ്രവീൺ മോഹനെ പോലെയുള്ള പുരാവസ്തു ഗവേഷകർ വാദിക്കുന്നു. മരം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുവായതിനാലാണ് വിഗ്രഹം നിർമ്മിക്കാൻ വേപ്പ് ഉപയോഗിക്കുന്നത് എന്നും ഇവർ നിരീക്ഷിക്കുന്നു. എന്തുതന്നെയായാലും നൂറ്റാണ്ടുകളായി ഈ പദാർത്ഥം എങ്ങനെ കേടുകൂടാതെ ഇരിക്കുന്നു എന്നത് ആധുനിക ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഭവിഷ്യമാലിക എന്ന പുരാതന ഗ്രന്ഥത്തിൽ ഈ പദാർത്ഥത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ഈ പദാർത്ഥം സ്വയം വെളിപ്പെടുമെന്നും അത് ലോകത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും അതിൽ പറയുന്നു. വിഗ്രഹങ്ങൾ മാറ്റുന്ന ചടങ്ങിനുപയോഗിക്കുന്ന മരം ദാരുബ്രഹ്മം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മരം കണ്ടെത്താനും പ്രത്യേക നിയമങ്ങളുണ്ട്. ആ വേപ്പിൻ മരത്തിൽ ശംഖ്, ചക്രം എന്നിവയുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. മരത്തിന് താഴെ പാമ്പുകളുടെ മാളങ്ങൾ ഉണ്ടായിരിക്കണം. തുടങ്ങിയ നിബന്ധനകൾ പൂജാരിമാർ പാലിക്കുന്നു. ഈ നിഗൂഢതകൾ പൂരിയെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമായി മാറ്റുന്നു. പഴയ വിഗ്രഹങ്ങൾ ക്ഷേത്രമുറ്റത്തുള്ള കോയിലി വൈകുണ്ഠം എന്ന പ്രത്യേക സ്ഥലത്ത് ആഴത്തിൽ കുഴിച്ചുമൂടുകയാണ് ചെയ്യുന്നത്. ഈ ചടങ്ങ് നടക്കുമ്പോൾ ക്ഷേത്ര പരിസരത്ത് പട്ടാളത്തിന്റെ കനത്ത സുരക്ഷയുണ്ടാകാറുണ്ട്. പുതിയ വിഗ്രഹം പണിയുന്ന ശില്പികൾ പോലും കണ്ണുകെട്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും വലിയ രഹസ്യമായി ഇന്നും ബ്രഹ്മപദാർത്ഥം നിലനിൽക്കുന്നു. ഓരോ നവകളേബര ചടങ്ങ് കഴിയുമ്പോഴും ഈ പദാർത്ഥത്തെക്കുറിച്ചുള്ള കഥകൾ കൂടുതൽ മിഴിവോടെ ജനഹൃദയങ്ങളിൽ നിറയുന്നു. പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും അവിടെ നടക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളും ആധുനിക എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ പറക്കുന്ന പതാക എപ്പോഴും കാറ്റിന് വിപരീത ദിശയിലാണ് പറക്കുന്നത്. സമുദ്രതീരത്തുള്ള ഒരു സ്ഥലത്ത് സാധാരണ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്കും വൈകുന്നേരം തിരിച്ചും ആണ് വീശുന്നത്. എന്നാൽ പതാകയുടെ ഈ വിപരീത ചലനം ഭൗതികശാസ്ത്ര നിയമങ്ങൾക്ക് നിരക്കാത്തതാണ്. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ ഏകദേശം 20 അടി ഉയരമുള്ള സുദർശന ചക്രം സ്ഥാപിച്ചിട്ടുണ്ട്. അഷ്ടലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ടണ്ണിലധികം ഭാരമുള്ള ഈ ചക്രം 8-ാം നൂറ്റാണ്ടിൽ എങ്ങനെ അത്രയും ഉയരത്തിൽ എത്തിച്ചു എന്നത് വലിയൊരു ചോദ്യമാണ്. അതിലും വലിയ അത്ഭുതം പൂരി നഗരത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് നോക്കിയാലും ഈ ചക്രത്തിന്റെ മുൻവശം മാത്രമേ കാണാൻ സാധിക്കൂ എന്നതാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇല്യൂഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
ഓരോ കോണിൽ നിന്നും നോക്കുന്നവർക്ക് ചക്രം തന്നെ നോക്കി നിൽക്കുന്നതായി തോന്നും വിധം ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു വലിയ പ്രതിഭാസം ക്ഷേത്രത്തിന്റെ നിഴലുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 214 അടി ഉയരമുള്ള ഈ കൂറ്റൻ ഗോപുരത്തിന്റെ നിഴൽ പകൽ സമയത്ത് ഒരിടത്തും പതിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. ഇത് പൂർണ്ണമായും നിഴലില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് നിഴൽ ഗോപുരത്തിന്റെ തന്നെ അടിത്തറയിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വാസ്തുവിദ്യാ കൗശലമാണ്. സൂര്യന്റെ ചലനത്തിനനുസരിച്ച് നിഴൽ മാറ്റമില്ലാതെ നിൽക്കുക എന്നത് അക്കാലത്തെ ഇന്ത്യൻ വാസ്തുശില്പികളുടെ വൈദഗ്ധ്യമാണ് വെളിപ്പെടുത്തുന്നത്. ആധുനിക കെട്ടിട നിർമ്മാണ രീതികളിൽ പോലും ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ക്ഷേത്രത്തിന് മുകളിലൂടെ ഒരു പക്ഷിയും പറക്കില്ല എന്നതും വിമാനങ്ങൾ ഈ പ്രദേശം ഒഴിവാക്കുന്നു എന്നതും നിഗൂഢമായ മറ്റൊരു കാര്യമാണ്. സാധാരണ വലിയ ക്ഷേത്രങ്ങളിൽ പ്രാവുകളും മറ്റു പക്ഷികളും കൂടുകൂട്ടാറുണ്ടെങ്കിലും പൂരിയിൽ അത് കാണാനാവില്ല. ഭൗമകാന്തിക ശക്തിയുടെ സാന്നിധ്യം ഇവിടെ കൂടുതലാണെന്നും അതുകൊണ്ട് പക്ഷികൾ ഈ പ്രദേശം ഒഴിവാക്കുന്നു എന്നും ചില ശാസ്ത്രീയ നിഗമനങ്ങളുണ്ട്. വിമാനങ്ങൾക്കും ഇവിടുത്തെ കാന്തികമണ്ഡലം പ്രശ്നമുണ്ടാക്കാം എന്ന് കരുതപ്പെടുന്നു. പതാക മാറ്റുന്നതിനായി ദിവസവും പൂജാരിമാർ ഗോപുരത്തിന് മുകളിൽ കയറാറുണ്ട്. ഒരു ദിവസം പോലും ഈ പതാക മാറ്റാതിരുന്നാൽ ക്ഷേത്രം 18 വർഷത്തേക്ക് അടച്ചിടണം എന്നാണ് വിധി. ക്ഷേത്രത്തിലെ ശബ്ദശാസ്ത്രവും അത്ഭുതകരമാണ്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായ സിംഹദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്തെ കടലിരമ്പം വ്യക്തമായി കേൾക്കാം. എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് ഒരു കാൽ വെച്ചാലുടൻ ആ ശബ്ദം പൂർണ്ണമായും നിശബ്ദമാകും. തിരികെ വരുമ്പോൾ വീണ്ടും കടലിന്റെ ശബ്ദം കേൾക്കാം. ഭൗതികമായി ശബ്ദരംഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന രീതിയിലാണ് ഗോപുരത്തിന്റെയും മതിലുകളുടെയും നിർമ്മാണം. ഭക്തർക്ക് പൂർണ്ണമായ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിലെ പതാക മാറ്റുന്ന ചടങ്ങ് 800 വർഷമായി ഒരു മുടക്കവുമില്ലാതെ നടക്കുന്നു. 45 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഗോപുരത്തിൽ വെറും കൈകൾ കൊണ്ടാണ് പൂജാരിമാർ കയറുന്നത്. കാറ്റിലും മഴയിലും പോലും ഈ ചടങ്ങ് മുടങ്ങാറില്ല. ഈ ക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ല, മറിച്ച് പ്രകൃതിശക്തികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പൗരാണിക ശക്തികേന്ദ്രമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അടുക്കൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും പുരാതനവുമായ ഒന്നാണ്. ലക്ഷ്മീദേവി നേരിട്ട് ഈ അടുക്കളയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ പാകം ചെയ്യുന്ന ഭക്ഷണത്തെ മഹാപ്രസാദം എന്ന് വിളിക്കുന്നു. ഒരേ സമയം 10,000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എന്നാൽ എത്ര വലിയ തിരക്കുണ്ടായാലും ഒരിക്കൽ പോലും ഇവിടെ ഭക്ഷണം തികയാതെ വരികയോ അല്ലെങ്കിൽ ഭക്ഷണം ബാക്കിയായി കളയേണ്ടി വരികയോ ചെയ്തിട്ടില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയും വിസ്മയിപ്പിക്കുന്നതാണ്. 7 മൺപാത്രങ്ങൾ ഒന്നൊന്നിനു മുകളിൽ അടുക്കിവെച്ചാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും താഴെയാണ് തീ കത്തുന്നത്. ശാസ്ത്രീയമായി നോക്കിയാൽ താഴെയുള്ള പാത്രത്തിലെ ഭക്ഷണം ആദ്യം വേവണം. എന്നാൽ പൂരിയിൽ ഏറ്റവും മുകളിലിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണമാണ് ആദ്യം വേവുന്നത്. താഴെയുള്ള പാത്രങ്ങൾ ക്രമമായി അവസാനമേ വേവുകയുള്ളൂ. ഈ പ്രതിഭാസത്തിന് ശാസ്ത്രീയമായ വിശദീകരണമില്ല. പൂരിയുടെ ആത്മീയ ശക്തിയാണിതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ആളുകൾ ഈ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ പൂരിയിൽ എത്തുന്നു. പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അടുക്കൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും പുരാതനവുമായ ഒന്നാണ്. ലക്ഷ്മീദേവി നേരിട്ട് ഈ അടുക്കളയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ പാകം ചെയ്യുന്ന ഭക്ഷണത്തെ മഹാപ്രസാദം എന്ന് വിളിക്കുന്നു. ഒരേ സമയം 10,000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എന്നാൽ എത്ര വലിയ തിരക്കുണ്ടായാലും ഒരിക്കൽ പോലും ഇവിടെ ഭക്ഷണം തികയാതെ വരികയോ അല്ലെങ്കിൽ ഭക്ഷണം ബാക്കിയായി കളയേണ്ടി വരികയോ ചെയ്തിട്ടില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയും വിസ്മയിപ്പിക്കുന്നതാണ്. 7 മൺപാത്രങ്ങൾ ഒന്നൊന്നിനു മുകളിൽ അടുക്കിവെച്ചാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും താഴെയാണ് തീ കത്തുന്നത്. ശാസ്ത്രീയമായി നോക്കിയാൽ താഴെയുള്ള പാത്രത്തിലെ ഭക്ഷണം ആദ്യം വേവണം. എന്നാൽ പൂരിയിൽ ഏറ്റവും മുകളിലിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണമാണ് ആദ്യം വേവുന്നത്. താഴെയുള്ള പാത്രങ്ങൾ ക്രമമായി അവസാനമേ വേവുകയുള്ളൂ. ഈ പ്രതിഭാസത്തിന് ശാസ്ത്രീയമായ വിശദീകരണമില്ല. പൂരിയുടെ ആത്മീയ ശക്തിയാണിതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ അടുക്കളയിൽ പാചകത്തിനായി മൺപാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച പാത്രം പിന്നീട് ഉപയോഗിക്കില്ല. വിറകടുപ്പുകൾ മാത്രമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്.
ആധുനികമായ ഗ്യാസ് സിലിണ്ടറുകളോ വൈദ്യുത ഉപകരണങ്ങളോ ഇവിടെ പ്രവേശിപ്പിക്കില്ല. ക്ഷേത്രത്തിലെ അടുക്കളയിൽ നിന്ന് വരുന്ന ഗന്ധം പോലും ഭക്തർക്ക് വലിയൊരു അനുഭൂതിയാണ്. ഉള്ളി, വെളുത്തുള്ളി എന്നിവ പാചകത്തിൽ ഒരിടത്തും ഉപയോഗിക്കാറില്ല. ആയുർവേദ വിധിപ്രകാരമുള്ള സാത്വിക ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മറ്റൊരു നിഗൂഢമായ കാര്യം ക്ഷേത്രത്തിലെ അടുക്കളയിൽ പ്രാണികളോ ഈച്ചകളോ കാണാറില്ല എന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരിടത്ത് പ്രാണികളെ ഒഴിവാക്കുക എന്നത് ശുചിത്വ പരിപാലനത്തിന്റെ വലിയൊരു വിജയമാണ്. പുരാതനമായ ശുചിത്വ നിയമങ്ങൾ ഇവിടെ കർശനമായി പാലിക്കുന്നു. അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ ക്ഷേത്രത്തിലെ പ്രത്യേക സേവകർക്ക് മാത്രമേ അനുവാദമുള്ളൂ. അശുദ്ധി കലരാതിരിക്കാൻ അവർ അതീവ ജാഗ്രത പുലർത്തുന്നു. ദിവസവും എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 20,000 പേർ വരുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ അത് 2 ലക്ഷം കടക്കും. ഈ വ്യത്യാസം മുൻകൂട്ടി കണ്ട് പാചകം ചെയ്യുന്നത് വലിയൊരു മാനേജ്മെന്റ് വൈദഗ്ധ്യമാണ്. പ്രസാദം തികയാതെ വരുമെന്ന ഭയം പാചകക്കാർക്ക് ഒരിക്കലുമില്ല. ലക്ഷ്മീദേവി തന്നെ ഭക്ഷണം വർദ്ധിപ്പിക്കുന്നു എന്നാണ് അവരുടെ ദൃഢവിശ്വാസം. ബാക്കിയാകുന്ന ഭക്ഷണം ജഗന്നാഥന്റെ കൃപയായി കണക്കാക്കി ഭക്തർക്കിടയിൽ വിതരണം ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ജഗന്നാഥന്റെ പ്രസാദം ജാതി മതഭേദമന്യേ എല്ലാവരും ഒരേ നിരയിരുന്ന് കഴിക്കുന്നു. ഒരേ പാത്രത്തിൽ നിന്ന് പലർ ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്ന രീതിയും ഇവിടെയുണ്ട്. ഇത് മനുഷ്യർക്കിടയിലെ സമത്വത്തെ സൂചിപ്പിക്കുന്നു. പുരാതന ഭാരതത്തിന്റെ ആത്മീയതയും സാമൂഹിക നീതിയും ഒത്തുചേരുന്ന ഒരിടമായി പൂരിയുടെ അടുക്കള മാറുന്നു. ഈ പ്രസാദത്തിന് ഔഷധഗുണങ്ങൾ ഉണ്ടെന്നും ഇത് കഴിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കുമെന്നും ഐതിഹ്യങ്ങളുണ്ട്. ജഗന്നാഥ ക്ഷേത്രം വെറുമൊരു വിഷ്ണു ക്ഷേത്രമല്ല, ഇത് തന്ത്രവിദ്യയുടെയും ശക്തി ആരാധനയുടെയും വലിയൊരു കേന്ദ്രമാണ്. താന്ത്രിക ഗ്രന്ഥങ്ങൾ പ്രകാരം ജഗന്നാഥൻ ഭൈരവനായും ക്ഷേത്രസമുച്ചയത്തിനുള്ളിലെ വിമലദേവി ഭൈരവിയായും ആരാധിക്കപ്പെടുന്നു. സാധാരണ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ കാണാത്ത പല രഹസ്യ പൂജകളും പൂരിയിൽ നടക്കാറുണ്ട്. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിൽ ഒന്നായ ഗോവർദ്ധന മഠം പൂരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ശക്തി ആരാധനയുടെ ഭാഗമായി ദുർഗാ പൂജ സമയത്ത് വിമലദേവിയുടെ സന്നിധിയിൽ അതീവ രഹസ്യമായ ചില തന്ത്രപൂജകൾ നടക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. വൈഷ്ണവ വിശ്വാസത്തിൽ അഹിംസയ്ക്കും ഭക്തിക്കുമാണ് പ്രാധാന്യമെങ്കിലും പുരി ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ വിമലദേവിയുടെ സന്നിധിയിൽ അർദ്ധരാത്രിയിൽ സവിശേഷമായ പല ചടങ്ങുകളും ആരും കാണാതെ അനുഷ്ഠിക്കുന്നു. ഭഗവാൻ ജഗന്നാഥന്റെ പള്ളിയറ പൂജകൾ കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങാൻ പോയതിനു ശേഷം മാത്രമാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ഈ ആചാരങ്ങൾ പുരാതനമായ തന്ത്രപൂജകൾ ഇന്നും അവിടെ സജീവമായി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ജഗന്നാഥൻ വിഷ്ണു സ്വരൂപനായി ആരാധിക്കപ്പെടുമ്പോൾ തന്നെ ക്ഷേത്രത്തിനുള്ളിലെ ദേവീ സന്നിധിയിൽ ശക്തിപൂജയുടെ ഗൂഢമായ വശങ്ങളും ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ജഗന്നാഥന്റെ വിഗ്രഹത്തിന് വലിയ വട്ടത്തിലുള്ള കണ്ണുകളാണുള്ളത്. ഇത് ബ്രഹ്മാണ്ഡ ദൃഷ്ടിയെ സൂചിപ്പിക്കുന്നു. നേപ്പാളിലെ ആകാശ ഭൈരവന്റെ രൂപവും ജഗന്നാഥന്റെ രൂപവും തമ്മിൽ വലിയ സാമ്യമുണ്ട്. ബുദ്ധമതത്തിന്റെ വലിയ സ്വാധീനം ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവർ ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങളെ ബുദ്ധൻ, ധർമ്മം, സംഘം സൂചിപ്പിക്കുന്നു എന്നാണ് ഇവരുടെ വാദം. ശങ്കരാചാര്യരുടെ ഇടപെടലിലൂടെയാണ് ഇത് പൂർണ്ണമായും ഒരു ഹൈന്ദവ കേന്ദ്രമായി മാറിയത്. ഭവിഷ്യമാലിക എന്ന ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ പൂരിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചാവിഷയമാണ്. അച്യുതാനന്ദ ദാസ് എന്ന സന്യാസി ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ കലിയുഗത്തിന്റെ അവസാനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. പൂരി ക്ഷേത്രത്തിലെ പതാകയിലെ മാറ്റങ്ങൾ, സമുദ്രം കരയിലേക്ക് കയറുന്നത്, രഥയാത്രയിൽ സംഭവിക്കാവുന്ന തടസ്സങ്ങൾ എന്നിവ കലിയുഗത്തിന്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ നിന്ന് കല്ലുകൾ വീഴുന്നതും മറ്റും വലിയ ദുരന്തങ്ങളുടെ സൂചനയായി ഭക്തർ കാണുന്നു. ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യമായ താന്ത്രിക മുറികളിൽ പൗരാണിക ഗ്രന്ഥങ്ങളും യന്ത്രങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രീയന്ത്രമാണ് ഏറ്റവും പ്രധാനം. ജഗന്നാഥൻ സ്വയം ഈ യന്ത്രത്തിന്റെ രൂപമാണെന്ന് താന്ത്രിക വിധിപ്രകാരം വിശ്വസിക്കപ്പെടുന്നു. വിഗ്രഹങ്ങളുടെ ഉള്ളിലെ ബ്രഹ്മപദാർത്ഥം ഈ യന്ത്രത്തിന്റെ ഭാഗമാണെന്നും ചിലർ കരുതുന്നു. മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഈ വിഗ്രഹങ്ങളിൽ നിന്ന് പ്രകമ്പനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ക്ഷേത്രത്തിലെ സേവകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ജഗന്നാഥൻ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ദൈവമാണ്.
സിഖ് ഗുരുവായ ഗുരു നാനാക്ക് ദേവ്, ചൈതന്യ മഹാപ്രഭു എന്നിവർ പൂരിയിൽ ഭജനയിരുന്നിട്ടുണ്ട്. ഭക്തിപ്രസ്ഥാനത്തിന്റെ വലിയൊരു താവളമായി പൂരി മാറിയത് ഭഗവാന്റെ സർവ്വവ്യാപിയായ രൂപം കാരണമാണ്. എന്നാൽ ഈ ഭക്തിയുടെ പുറന്തോടിനുള്ളിൽ അതീവ നിഗൂഢമായ തന്ത്രവിദ്യകളും പ്രപഞ്ചരഹസ്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്നു. പൂരി ക്ഷേത്രം എന്നും ഒരു സമസ്യയായി തുടരുന്നത് ഇതുകൊണ്ടാണ്. പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം ആക്രമണങ്ങളുടെയും അതിജീവനത്തിന്റെയും കൂടിയാണ്. നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിക്കാനായി അനേകം വിദേശ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 18 തവണയെങ്കിലും ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതായി രേഖകളുണ്ട്. മുഗൾ സൈന്യാധിപന്മാർ പലതവണ ക്ഷേത്രം തകർക്കാൻ വന്നെങ്കിലും ഓരോ തവണയും ഭക്തരും രാജാക്കന്മാരും വിഗ്രഹങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ചിൽക്ക തടാകത്തിലെ ദ്വീപുകളിലും കാടുകളിലും മാസങ്ങളോളം വിഗ്രഹങ്ങൾ ഒളിപ്പിച്ചുവെച്ച ചരിത്രമുണ്ട്. 1568 നടന്ന കലാപഹാഡിന്റെ ആക്രമണമാണ് ഏറ്റവും ഭീകരമായി കണക്കാക്കപ്പെടുന്നത്. ഒഡീഷയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണത്. അഫ്ഗാൻ സൈന്യാധിപനായ കലാപഹാഡ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കത്തിക്കാൻ ശ്രമിക്കുകയും ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ തകർക്കുകയും ചെയ്തു. എന്നാൽ ഭക്തർ ബ്രഹ്മപദാർത്ഥം ആരും കാണാതെ രക്ഷപ്പെടുത്തി. പിന്നീട് ഖുർദയിലെ രാജാക്കന്മാർ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും വിഗ്രഹങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ക്ഷേത്രം ആക്രമിക്കാൻ വന്ന പല സൈന്യങ്ങളും കടൽക്ഷോഭവും മറ്റു പ്രകൃതിക്ഷോഭങ്ങളും കാരണം പിന്തിരിഞ്ഞോടിയ കഥകളും ചരിത്രത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തും പൂരി വലിയ വെല്ലുവിളികൾ നേരിട്ടു. രഥയാത്ര എന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണെന്നും അത് നിരോധിക്കണമെന്നും മിഷണറിമാർ ആവശ്യപ്പെട്ടു. എന്നാൽ രഥയാത്രയിൽ ഭക്തരുടെ ആവേശം കണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അതിനെ ജഗർനോട്ട് എന്ന് വിളിച്ചു. തടയാൻ കഴിയാത്ത അത്ര വലിയ ശക്തി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഈ വാക്ക് വലിയൊരു ശക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. രഥയാത്ര കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നതിനാൽ അത് ക്രമസമാധാന പ്രശ്നമാകുമെന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. രഥയാത്രയുടെ സവിശേഷത ഭഗവാൻ തന്നെ ഭക്തരുടെ അടുത്തേക്ക് വരുന്നു എന്നതാണ്. ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ദർശനം നൽകാനാണ് ജഗന്നാഥൻ ക്ഷേത്രത്തിന് പുറത്തിറങ്ങുന്നത്. ഓരോ വർഷവും വേപ്പുമരം കൊണ്ട് 3 പുതിയ രഥങ്ങൾ നിർമ്മിക്കുന്നു. ഈ രഥങ്ങൾ പണിയുന്നതിൽ ഒരൊറ്റ ആണി പോലും ഉപയോഗിക്കാറില്ല എന്നത് അത്ഭുതകരമാണ്. തടികൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ് ഭീമാകാരമായ ഈ രഥങ്ങൾ നിർമ്മിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് യമധർമ്മ രാജാവ് പോലും ഈ ക്ഷേത്ര പരിസരത്ത് വരാൻ ഭയപ്പെടുന്നു. ഭക്തരുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയുന്ന ഇടമായതിനാൽ യമലോകത്ത് ആരും എത്തുന്നില്ലെന്ന് യമരാജൻ ഭഗവാനോട് പരാതിപ്പെട്ടുവത്രേ. അപ്പോഴാണ് ക്ഷേത്രത്തിന്റെ 3ാമത്തെ പടിയിൽ യമനെ ഭഗവാൻ ഇരുത്തിയത്. ആ പടിയിൽ ചവിട്ടിയാൽ ഒരാളുടെ പുണ്യം നഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഭക്തർ ആ പടി ഒഴിവാക്കി പ്രവേശിക്കുന്നു. പുരിയിലെ മണലിൽ പോലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിജീവനത്തിന്റെ കഥ പറയുന്ന പൂരി ജഗന്നാഥ ക്ഷേത്രം ഭാരതത്തിന്റെ അമൂല്യമായ ഒരു വിസ്മയമാണ്. കാലം എത്ര കഴിഞ്ഞാലും ശാസ്ത്രം എത്ര വളർന്നാലും പുരിയിലെ നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. വിശ്വാസവും യുക്തിയും നേർക്കുനേർ വരുന്ന ഈ ഭൂമിയിൽ ജഗന്നാഥൻ തന്റെ ഭക്തർക്കായി കാത്തിരിക്കുന്നു. കലിയുഗത്തിലെ പുണ്യഭൂമിയായി പൂരി ഇന്നും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നിലകൊള്ളുന്നു. പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഓരോ മതിലുകളും പറയുന്നത് കഥകളല്ല, മറിച്ച് മനുഷ്യയുക്തിക്ക് അപ്പുറത്തുള്ള ചില സത്യങ്ങളാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ രഹസ്യങ്ങളിൽ ചിലത് ശാസ്ത്രീയമായ വാസ്തുവിദ്യയുടെ വിസ്മയങ്ങളാകാം. മറ്റു ചിലത് നൂറ്റാണ്ടുകളായി കൈമാറിവന്ന പവിത്രമായ വിശ്വാസങ്ങളാകാം. ബ്രഹ്മപദാർത്ഥത്തെക്കുറിച്ചുള്ള നിഗൂഢതയും കാറ്റിന് വിപരീതമായി പറക്കുന്ന പതാകയും നിഴൽ വീഴാത്ത ഗോപുരവും എല്ലാം ചേർന്ന് പൂരിയെ ഒരു നിഗൂഢ ലോകമാക്കി മാറ്റുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? അത് ഓരോ ഭക്തന്റെയും കാഴ്ചപ്പാടാണ്. ചിലർക്ക് ഇത് ശാസ്ത്രം പരാജയപ്പെടുന്ന ഇടമാണ്, മറ്റു ചിലർക്ക് ദൈവകൃപ വെളിപ്പെടുന്ന ഇടമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പൂരിയിലെ ഈ അത്ഭുതങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് ഏതാണ്? അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള വിസ്മയിപ്പിക്കുന്ന കഥകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.